കൊല്ലം ശൂരനാട് ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മയ്യനാട് സ്വദേശി അൽത്താഫാണ് പിടിയിലായത്. കോട്ടയം ഈരാറ്റുപേട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനായി കേരളം കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരുവനന്തപുരം വിതുര പൊന്മുടി റോഡിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC ബസ് ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. തുടർന്ന് വിതുരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ വെളുത്തൂർ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്തു പൊള്ളിച്ചും ക്രൂരത. ചിറമൽ സ്വദേശി ഷാജന്റെ 4 പോത്തുകുട്ടികൾക്ക് നേരെയാണ് ആക്രമണം. കഴിഞ്ഞ ആഴ്ചയാണ് തച്ചമ്പള്ളി സ്വദേശി റെനീഷിന്റെ 2 പോത്തുകുട്ടികളെ പൊള്ളിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. കേരളത്തിൽ ഓണക്കാലത്തെ നിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ആണ് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തുക. മലപ്പുറം വളാഞ്ചേരിയിൽ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വളാഞ്ചേരി നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിലെ 1,26,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കടയ്ക്കൽ കോട്ടപ്പുറം സ്വദേശി മനീഷാണ് പിടിയിലായത്. ഇയാൾ വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്.